സോ ഹലോ ഗൈസ് വാട്സപ്പ് ഞാൻ നിങ്ങൾ സ്വന്തം മറ്റൂസ് ഗെയിമിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന മൈൻക്രാഫ്റ്റ് ആണ്. ബട്ട് നമ്മളിപ്പോൾ ഉള്ളത് മിനി വേൾഡ് സീസൺ 2ലാണ്. കൂട്ടുകാരൻ മറ്റേ ചാനൽ സബ് ചെയ്യാത്തന്നെ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക ഗൈസ്. അപ്പോൾ എങ്ങനെയാ നമുക്ക് വീഡിയോയിലേക്ക് പോയാലേ? Got the man with the plan right here. King is swag with the man right here. Living up on season all year. Yeah, clap for me man right here. Got the man with the plan right here. ഗൈസ് അങ്ങനെ നമ്മൾ ഏതാണ്ട് ഇവിടെ വില്ലേജസിനൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടിട്ട് നീളം കൂടിയതുപോലെ തോന്നുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടെ ഗൈസ്. നീളം കൂടിയ പോലെ തോന്നുന്നുണ്ടോ എന്ന്. അയ്യേ, ഞാൻ പറഞ്ഞ് നീളം കൂടിപ്പിച്ച്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതാണ്ട് നമ്മൾ ഇവിടെ നീളം കൂട്ടുന്നുണ്ട്. കാരണം വെച്ചാൽ ഇവിടെ ഞാൻ നീളം കൂട്ടി ഇത്രയും ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മടി പിടിച്ച് ഗൈസ് ചെയ്തോണ്ട് ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് പോലെ ഇങ്ങനെ കയറാൻ പറ്റുന്ന രീതിയിലാക്കണമല്ലോ. അതിനൊക്കെ ആയിട്ട് ചെയ്ത് ഡേറ്റൊക്കെ ചെയ്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെയൊക്കെ പൊളിച്ചിട്ടിട്ടുണ്ട് അങ്ങോട്ട് നീട്ടാൻ വേണ്ടി. ഇങ്ങനത്തെ ബിൽഡ് ഞാൻ മെയിനായിട്ട് ട്രേഡിംഗ് ഹാൾ ഇങ്ങനെ ഉണ്ടാക്കാൻ കാരണം തന്നെ ഇതാണ്. എളുപ്പ പരിപാടി കേസ് ഉണ്ടോ. അവിടെ ആ ഒരു മൂല മൊത്തം പൊളിച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് നീട്ടാം. എളുപ്പ പരിപാടി. മറ്റേതിനകത്താണെങ്കിൽ മൂല പൊളിക്കാൻ പറ്റൂലല്ലോ, ഫുള്ള് പൊളിക്കണ്ട. നമ്മൾ എന്താ പറയുക, ഒരു വീട് പോലെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഫുൾ പൊളിക്കണമല്ലോ ഗൈസ് ചെയ്ത്. അപ്പോൾ ഇവിടെ ഞാൻ പൊളിച്ച് ഇത്ര നീട്ടിയായിരുന്നു. ഇനി ഞാൻ നീട്ടുന്നില്ല എന്നോർത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇവരെ മൊത്തം ഇനി ട്രേഡ് ചെയ്യണം ഗൈസ്. ഇവരൊക്കെ ട്രേഡ് ചെയ്ത് സെറ്റ് ചെയ്യണം. അതുകൊണ്ട് ഇത്ര വരെ ഞാൻ ട്രേഡ് ചെയ്ത് സെറ്റ് ചെയ്തതാണ്. ഇത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചെയ്ത ലൂട്ടിംഗ് 3 ആണ് ഗൈസ്. ലൂട്ടിംഗ് 3 ഓക്കെ, ലൂട്ടിംഗ് 3. അതേപോലെ തന്നെ ഇവൻ പവർ 3യും തരുന്നുണ്ട് ഗൈസ്. പവർ 3 നമ്മുടെ ബോയ്ക്ക് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതും നല്ലതാണ്. അതുകൊണ്ട് ഞാൻ അതിട്ട് ഇനി ഇവനെ തൊട്ട് പൊളിക്കണം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതന്നെ ആവാന്ന് കരുതി. കുറെ ഇവരെ മൊത്തം ട്രേഡ് ചെയ്ത് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആവാന്ന് കരുതി. ഓക്കെ, അപ്പോൾ ഇവന്മാരെ ഇനി മൊത്തം ഇൻഫിനിറ്റി വേണോ? ഇൻഫിനിറ്റി ഓക്കെ പ്ലീസ്. ഞാൻ ഇതൊക്കെ ബുക്ക് ചെയ്ത് വെച്ചേക്കട്ടെ കറക്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടി. നമുക്ക് പിന്നെ ബുക്ക് സെൽഫിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ട് ആവശ്യം വരും. ഓക്കെ, ബുക്ക് സെൽഫ് തന്നെ ബുക്ക് സെൽഫ് ആക്കിയാലോ എന്നും ഉണ്ട് ഗൈസ്. സിൽട്ടച്ച് സെറ്റായി ഗൈസ്. ബട്ട് എൻ്റെ കയ്യിൽ പേപ്പർ തീർന്ന്. ഞാൻ പേപ്പർ എടുത്തിട്ട് വരാം ഗൈസ്. നൈറ്റ് ആയോ? അത് മാറ്റിക്കഴിഞ്ഞാൽ പോയി. അതെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇവൻ ട്രേഡ് മാറ്റിയ ലാലോ. സിൽട്ടച്ച് തന്നെയാണ് തരുന്നത്. സിൽട്ടച്ച് 2 സിൽട്ടച്ചാണ്. ഓക്കെ, സിൽട്ടച്ചാണ് ഗൈസ് തരുന്നത്. ഇവനൊന്ന് ട്രേഡ് ചെയ്തിട്ടേക്കാം. ഒറ്റ ട്രേഡ് മതി ഗൈസ്. പിന്നെ നമുക്ക് ബുക്ക് എടുത്തിട്ട് ഇവനെ അങ്ങ് വാങ്ങിയാൽ മതിയല്ലോ ഗൈസ്. ഒറ്റ ട്രേഡ് മതി. അതുകൊണ്ട് ഒന്ന് ലോക്കഡ് ആയി കിടക്കാൻ. അപ്പോൾ അങ്ങനെ അത് സെറ്റായി. ഇനി ഇതാണ്ട് ഇതിൻ്റെ ഇപ്പോഴത്തെ 8 എഴുതി വെക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് രണ്ടും ഒരു ഹാഫ് ബ്ലോക്ക് ആണെന്ന് തോന്നുന്നു. ഹാഫ് ബ്ലോക്ക് അങ്ങാണ്ടാണ് ഗൈസ്. എവിടെയെങ്കിലുമൊക്കെ എഴുതി വെക്കാടെ, നിലത്തോ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കണം. നമുക്ക് കറക്റ്റാക്കി എഴുതി വേണം. ഇനി അടുത്തത് ഇനി ഇത് മൊത്തം ഇങ്ങനെ തന്നെ നമ്മളങ്ങനെ റിപ്പീറ്റ് ചെയ്യാനുള്ള പ്ലാനിങ് ആണ് ഗൈസ്. പഞ്ച് വണ്ണ് ആവശ്യമുണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ ഗൈസ്. അതുകൊണ്ട് ഞാൻ പൊട്ടിക്കാണ്. 5 വണ്ണ് ആവശ്യമുണ്ടെങ്കിൽ അതപ്പോൾ സെറ്റാക്കാം. അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാം? 5 വണ്ണ് വീണ്ടും 5 വണ്ണ് വന്ന് 5 തന്നെയല്ലേ വായിക്കത് ഗൈസ്. അപ്പോൾ നാളെ നൈറ്റ് ഇന്ന് നൈറ്റ് ലൈവ് ഉണ്ടാവും കേട്ടോ. ഇന്ന് ശനിയാഴ്ച അല്ലേ? ഇന്ന് നൈറ്റ് ലൈവ് ഉണ്ടാവും. ഞായറാഴ്ച നൈറ്റും ലൈവ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഞായറാഴ്ച നൈറ്റും ലൈവ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇന്ന് നൈറ്റും ലൈവ് ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ ഈ ട്രേഡ് സെറ്റ് ചെയ്യുന്നത് നൈറ്റ് സെറ്റ് ചെയ്താലോ? ഇവനത് 5 തന്നെയായിരുന്നേ. മണ്ടേ, ഞാൻ നേരെ തല്ലിക്കൊല്ലും. ഇവനെ ട്രേഡ് ചെയ്തിട്ടില്ലല്ലോ. പിന്നെന്താ മാറ്റാത്ത കുഞ്ഞാര മോനെ? നീ മാറ്റിക്കൊല്ലി. ഞാൻ വെട്ടിക്കിട്ടുള്ളൂ ഇവനെ. എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട് ഗൈസ്. 5 മാറ്റാൻ എൻ്റെ കയ്യിലൊരു ഐഡിയ. എടുക്കടാ. എടുത്തില്ലെങ്കിൽ ഞാൻ ഉണ്ടല്ലോ ഇവരമാരെ ആരെങ്കിലും എടുത്തോ? അത് ഇവനെടുത്ത്. ഇന്നത്തിൻ്റെ സൂക്കേടാന്നറിയന്നെ വഴിയുണ്ട്. നീ മര്യാദയ്ക്ക് ട്രേഡർ ഇതിടാ.
ഇവനെപ്പോ ഏതെടുത്ത് ഇതാണ് വിഷയം. ഞാൻ 5-6 വില്ലേജസിനെ ഒന്നിച്ച് കയറ്റണ്ടെന്ന് കരുതിയതാ, എന്നിട്ട് വെറുതെ കയറ്റി ഇതാക്കി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറിയാ കേസ് ആയേക്കുന്നത്. വേണ്ട, ഇത് വേറെ വേറെ ആയിട്ടാ കേസ് സെറ്റ് ആയിരിക്കുന്നത്. സോറി, നിന്റേത് അവിടെയല്ലേ കേസ് ഇരിക്കുന്നത്. ഇത്ര പേരുടെ ഞാൻ ക്ലോസ് ചെയ്ത്, കാരണം വെച്ചാൽ ക്ലോസ് ചെയ്യാതെ ഇവന്മാര് എടുക്കുന്നുണ്ട്. അതാണ്. അപ്പൊ അവൻ്റെയും പോയില്ലേ, അവൻ്റെ പോയില്ലേ, എൻ്റെ പോയി. ഇവന്മാര് രണ്ടുപേരും ഓക്കെയാണ്, ഇവന്മാര് രണ്ടുപേരും മൂടാ. ഇവനെ കൊടുക്കുക. നീ ഇതെടുക്കും, മര്യാദയ്ക്ക് നീ ഇതെടുത്തോ. കുരുത്തം കെട്ടവനെയും കൊണ്ട് ഇത് പൊട്ടിക്കുക. നീ ഇതെടു. സെറ്റായി. ഇവനെ ഇത് എടുപ്പിക്കാം. ക്ലോസ് ചെയ്യാം. യെസ്, ക്ലോസ് ചെയ്തു. ഇനി ഇവനെ പൊട്ടിച്ച് വെക്കണം ഗൈസ്. ഫയർ ഫെദറിങ് ഇതൊക്കെ വേണോടെ. സോഡിന് ഏതൊക്കെയാ യൂസ് ചെയ്യുന്ന ഗൈസ്? ഇതിപ്പോ ഞാൻ ലൈവ് ഇടുന്ന മാതിരി ഉണ്ടല്ലോ. ഇതിന്റെ ആവശ്യമില്ലല്ലോ ഫയർ ഫെദറിങ്ങിന്റെ. ഗൈസ് ഞാനൊരു പരിപാടി ചെയ്യാൻ പോണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവൻ ഏതാ എടുക്കുന്നിടത്ത്? ഇതേതാ? ലൂട്ടിങ് 3 കിട്ടിയതാണ് ബ്രോ. ഒരു 5-6 ബ്ലോക്ക് സെൽഫ് വാങ്ങട്ടെ ഗൈസ്. ഞാന് തീർന്നോടെ ഗൈസ്. ഇച്ചിരി ബുക്ക് സെൽഫിന്റെ ആവശ്യമുണ്ട്. ഞാൻ വേറൊരു പരിപാടി ചെയ്യാൻ പോണ്. ഇച്ചിരി ബുക്ക് സെൽഫ് വാങ്ങിയേക്കാം ഗൈസ്. ഇതിനകത്ത് ആരൊക്കെയോ അയൺ മേടിക്കുന്നുണ്ട്. ഇവൻ അയൺ മേടിക്കോ? യെസ്, ഇവൻ അയൺ മേടിക്കാം. ഇവിടെ അയണും തീർന്നോടെ. എല്ലാം ഞാൻ കഷ്ടിച്ചെടുത്തോണ്ട് വരികയാണ് ചെയ്തത് ഗൈസ്. അപ്പോ ഇന്ന് വൈകുന്നേരം ലൈവ് ഉണ്ടാവും, അത് പറയാനാണ് ഞാൻ മെയിനായിട്ട് വന്നത് തന്നെ ഗൈസ്. വൈകുന്നേരം ലൈവ് ഇട്ട് കഴിഞ്ഞാല് അത് സെറ്റായല്ലോ ഗൈസ്. ചെയ്ത് ഒക്കെ 5 ബുക്ക് സെൽഫ് വാങ്ങിയിട്ടുണ്ട് പറയാ. അപ്പൊ ഇന്ന് ലൈവ് ഇടുന്നോണ്ടാണ് ഞാൻ ഇത്ര ബോറിംഗ് ആയിട്ട് വീഡിയോ എടുക്കുന്ന കേട്ടോ. കാണിച്ചാല് ലൈവ് ഉണ്ടെന്ന് എല്ലാവരും ഒന്ന് അറിയിച്ചേക്കാം എന്ന് കരുതി ഗൈസ്. നമ്മൾ കഴിഞ്ഞ ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമായിട്ട് നമ്മൾ ലൈവ് ഇടുന്നുണ്ട്. ഒന്നെങ്കിൽ ശനി അല്ലെങ്കിൽ ഞായർ, ഇതിൽ ഏതെങ്കിലും ഒരു ദിവസം 9 മണി നൈറ്റ് 9 മണിക്ക് നമ്മൾ ഡെയിലി ലൈവ് ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഡെയിലി അല്ല, സോറി, ശനി ഞായർ. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഡെയിലി ലൈവ് ആവും. ഓക്കെ, അപ്പോൾ ലൈവ് ഇടുമ്പോൾ നമുക്ക് ഇവന്മാരെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നത്. പിന്നെ നമ്മുടെ ഇതൊക്കെ നീളം കൂട്ടുന്നതിൻ്റെ കാര്യം കൂടെ ഞാൻ പറയാമെന്ന് ഓർത്ത് ലൈവിൽ കൂടെ അതിൻ്റെയും കൂടെ ആ പരിപാടിയും കൂടെ ലൈവിൽ കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ഇവന്മാരെ മൊത്തം ട്രേഡ് ചെയ്യാം. കുറച്ച് ട്രേഡ് സെറ്റ് ചെയ്യാൻ കുറച്ച് കൊച്ചു പരിപാടികൾ മൊത്തം ചെയ്തെടുക്കാം നമുക്ക്. ഓക്കെ, അപ്പം എന്താണെങ്കിലും ലൈവിൽ കാണാതെ എല്ലാവർക്കും ബൈ ബൈ ഗൈസ്.